ആഹാ! അങ്ങനെ നിങ്ങളിപ്പോ പ്ലേ ഓഫ് കേറണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ താഴെയുള്ള ടീമുകൾ കേട്ടോ പോയിന്റ് ടേബിളിൽ. കാരണം ഇപ്പൊ അടുത്ത് കഴിഞ്ഞ കുറച്ച് മാച്ചസ് നോക്കിക്കഴിഞ്ഞാലേ നമ്മുടെ DC, അതുപോലെ KKR, LSG, MI ഇവരൊക്കെ മാച്ചസ് ജയിച്ചോണ്ടിരിക്കുക കേട്ടോ. അതായത് തോക്കാൻ മനസ്സില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, അവര് പറയാണ് നിങ്ങൾ അത്ര വേഗം എന്തായാലും, പ്രത്യേകിച്ച് MIയും LSG ഒക്കെ ഓൾറെഡി എലിമിനേറ്റഡ് ആയ ടീമാണ്. അപ്പോൾ അവർ പറയാണ് പെട്ടെന്നൊന്നും നിങ്ങൾ അങ്ങനെ പ്ലേ ഓഫ് കൺഫേം ചെയ്യേണ്ട, കുറച്ചൊക്കെ ഒന്ന് എൻ്റെ വരെ ടെൻഷൻ അടിക്കും, നമുക്ക് അവസാനം നോക്കാന്നുള്ള രീതിയിൽ ഇന്നത്തെ മാച്ചിൽ അത് തന്നെയാണ് കാണാൻ പറ്റിയത്. പ്രത്യേകിച്ച് ഹോപ്പ് വളരെ കുറവുള്ള ഒരു ടീമാണ് ശരി KKR. പക്ഷെ എന്നാലും കഴിഞ്ഞ കുറച്ച് മാച്ചസ് ആയിട്ട് അവർ ജയിച്ചുകൊണ്ട് വരികയാണ്. പക്ഷെ ജയിച്ചു വന്നിട്ടും അടുത്തുള്ളൊരു മാച്ച് തോറ്റപ്പോൾ എഗെയിൻ ഒരു പോയി എന്നുള്ളൊരു സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എഗെയിൻ അവരൊരു മിന്നും വിജയം, അത് ഇന്നലത്തെ മാച്ചിൽ അങ്ങനെ ജയിച്ചത് കൊണ്ട് തന്നെ എഗെയിൻ അവർക്കൊരു ഡോർ ഓപ്പൺ ആക്കി വെച്ചേക്കാണ്. 7ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളതെങ്കിലും ചാൻസ് ഉണ്ട് മുകളിലോട്ട് വരാൻ വേണ്ടി. അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പം KKRന്റെ ഉള്ളത്. ആൻഡ് ഇന്നലത്തെ മാച്ചിലെ ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോൾ KKR 247 റൺസാണ് എടുത്തത്. അപ്പൊ 248 എന്ന് പറയുന്ന അത്യാവശ്യം ഒരു നല്ല ടോട്ടലാണ്. കാരണം വെച്ചാൽ ഒരു പ്രഷറൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ടോട്ടലാണ്. സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന സമയത്ത്, ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ അടുത്തുള്ള മാച്ചസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ എക്സെപ്ഷണൽ കേസായിട്ട് നമ്മളെ SRH അല്ലെങ്കിൽ പഞ്ചാബ് ഒക്കെ പോലുള്ള ടീമുകളാണ് കുറച്ചെങ്കിലും ചേസ് ചെയ്യുന്ന സമയത്ത് അത്രയും വലിയ സ്കോറൊക്കെ മറികടക്കാറുള്ളത്. അപ്പം ഇന്നലത്തെ മാച്ചിൽ എങ്ങനെയായിരിക്കും ഇത് ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ. പക്ഷെ ഒട്ടും വിട്ട് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ എൻഡ് വരെ. മാച്ചിന്റെ ഒരു 20th ഓവർ വരെ എങ്ങനെങ്കിലും ജയിക്കാൻ നോക്കും, ആ ചേസ് ചെയ്തിട്ട് ആ സ്കോറിലോട്ട് എത്തുന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു വാശി ഉണ്ടായിരുന്നു GTയുടെ ഭാഗത്തുനിന്ന്. പക്ഷെ KKR അതിനനുസരിച്ചിട്ട് അവസാനത്തോട്ട് ആ 1-2 ഓവർ പിടിച്ചത് കൊണ്ടും കൂടിയാണ് ശരിക്കും കളി മാറിയത്. കൂടുതലും പ്രതികൂല സാഹചര്യമായിരുന്നു GTക്ക് ഉണ്ടായിരുന്നത്. അനുകൂലങ്ങൾ കൂടുതലും നമ്മുടെ KKR തന്നെയായിരുന്നു. കാരണം ക്യാച്ചസ് മിസ് ചെയ്തതാണെങ്കിലും, കാരണം ഫിന്നലനൊക്കെ വെടിക്കെട്ടായിട്ട് ബാറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും ഈസി ആയിട്ടുള്ള ഒരു ക്യാച്ച്, പ്രത്യേകിച്ച് ബാക്കിയുള്ള ക്യാച്ചിൽ ജേസൺ ഹോൾഡർ വിട്ട ക്യാച്ച് എന്ന് പറയുന്നത് കുറച്ച് ടഫാണെന്ന് പറയാം. പക്ഷെ നമ്മുടെ അർഷദ് ഖാൻ വിട്ടതും അതുപോലെ നമ്മൾ മുഹമ്മദ് സിറാജ് വിട്ടത് അത്രയും വലിയ ബിഗ് വിക്കറ്റ് ആണ്. കാരണം നമുക്കറിയാലോ ഫിന്നലൻ ഇന്നലെ എന്താണ് അടിച്ചു കൂട്ടിയെന്നുള്ളത്. അതുപോലെ തന്നെ അർഷദ് ഖാൻ വിട്ട ക്യാച്ചും കുറച്ച് ഈസി ക്യാച്ച് ആയിരുന്നു എന്ന് തോന്നി. ബാക്കിയൊക്കെ പിന്നെയും നമുക്ക് പറയാം, ഒന്ന് ശ്രമിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത്. എന്തായാലും അങ്ങനെ ആ ഒരു ക്യാച്ചസ് വിൻ ദ മാച്ചസ് വീണ്ടും കാണിച്ചു തന്നൊരു മാച്ചായിരുന്നു ഇന്നലത്തേത്. ഇത്ര വലിയ ടോട്ടൽ ആയിട്ടും അവർ അത്ര വരെ എത്തി. ഓൾമോസ്റ്റ് 29 റൺസിനാണ് ഇന്നലെ KKR ജയിച്ചത്. ആൻഡ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നലത്തെ മാച്ചിൽ ഇത്രയും വലിയൊരു ടോട്ടൽ, ഓൾമോസ്റ്റ് 400 മേലെ സ്കോർ രണ്ടുപേരും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും ബിഗ് സ്കോർ പറഞ്ഞൊരു മാച്ചിൽ 11 ഡോട്ട് ബോൾ എടുത്തിട്ടുള്ള സുനിൽ നരേൻ തന്നെയാണ് ഇന്നലത്തെ കിടിലൻ പ്ലെയർ. കാരണം ഈ ഒരു സിറ്റുവേഷനിലും പ്രഷർ സിറ്റുവേഷനിലും ആൾക്ക് ബോൾ എറിയാൻ പറ്റുന്ന ഒരു ആ ഒരു എക്കണോമി പിടിച്ചിട്ടുള്ള ഒരു ബോളിംഗ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാട്ടോ. കാരണം 4 ഓവർ ബോൾ ചെയ്തപ്പോഴേ 29 റൺസ് കൊടുത്ത് 2 വിക്കറ്റാണ് ആളെടുത്തത്. അതാണ് എത്ര വർഷങ്ങൾ കഴിയും തോറും പണ്ട് കണ്ട അതേ സുനിൽ നരേൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അന്നത്തെ ഒരു മാച്ചിൽ KKR ജയിച്ചപ്പോഴും ആ ഒരു സൂപ്പർ ഓവറിൽ ബോൾ എറിഞ്ഞതും സുനിൽ നരേനാണ്. അതുകൊണ്ടാണ് അന്ന് 1 റൺസിന് 2 വിക്കറ്റ് അങ്ങനെ എന്തോ ഒരു സ്റ്റേജിലോട്ട് സൂപ്പർ ഓവർ പോയത്. സംഭവം ഇപ്പോഴും വീഞ്ഞിന് വീര്യം കൂടി തന്നെയാണ് നിൽക്കുന്നുള്ളത്. കാലം എത്ര മാറിയാലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സുനിൽ നരേൻ. ഇന്നത്തെ ബാറ്റിംഗിലാണെങ്കിലും ഫിന്നലൻ, രഘുവൻഷി, അതുപോലെ ഗ്രീന് 3 പേരും പൊളിച്ചടുക്കി. ഇപ്പുറത്തെ ഭാഗത്തുനിന്നാണെങ്കിലും ഗില്ലിന്റെ ഭാഗത്ത് നല്ലൊരു ട്രൈ ഉണ്ടായിരുന്നു, 84 റൺസ് സംതിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സായ് സുദർശൻ, ജോസ് ബട്ട്ലർ എല്ലാവരും അടിച്ചു. അതായത് ടോപ്പ് ഓർഡേഴ്സിലുള്ള എല്ലാവരും 2 ടീമൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജയിക്കാൻ പറ്റിയത് KKRനാണെന്ന് മാത്രം. തുടക്കം അത്യാവശ്യം നന്നായിരുന്നു KKRന്. 44 റൺസ് വരെ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ രഹാനെ ഔട്ടാവുന്നത്. തുടങ്ങിയത് കുറച്ച് മെല്ലെ ആയിരുന്നു, ഫിന്നലനാണെങ്കിലും രഹാനെ ആണെങ്കിലും. അതിനുശേഷം ഒന്ന് അടിച്ചു തുടങ്ങിയപ്പോഴാണ് രഹാനെ ഔട്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. രഹാനയ്ക്ക് അധികം സ്കോർ ചെയ്യാനൊന്നും പറ്റിയില്ല. 14 ബോളിൽ 14 റൺസാണ് എടുത്തത്. ഒരു 4ഉം ഒരു 6 അടിച്ചിട്ടുണ്ടായിരുന്നു. 44 റൺസ് 139 റൺസ് വരെ ഒരു കിഡിലൻ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഫിന്നലൻ രഘുവൻഷി പാർട്ട്ണർഷിപ്പ്. 2 പേരും കിഡിലനായിട്ട് കളിച്ചു. അങ്ക്രീഷ് രഘുവംശി കിട്ടിലം പ്ലേ കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു ബിഹൈൻഡ് ദ വിക്കറ്റ് അടിച്ച ഷോട്ടുകളൊക്കെ ഉണ്ടല്ലോ, ആള് ഇന്നലെ പ്രത്യേകിച്ച് അടുപ്പിച്ചടുപ്പിച്ച് ആ ഷോട്ട് അടിച്ച സമയത്ത് ഭയങ്കര ഒരു കോൺഫിഡൻസ് കാണാൻ വേണ്ടി പറ്റി. പൊതുവെ നമ്മൾ ചില മാച്ചസിൽ കാണാറുണ്ടല്ലോ, ഒരു ഷോട്ട് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ചില സമയത്ത് ഔട്ട് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്നലെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ആൾ ആ ഒരു സൈഡിൽ ഫുള്ള് നമ്മളല്ല, അത്രയും സ്ട്രെങ്ത് ഉള്ളൊരു സൈഡായിട്ടാണ് ഫീൽ ചെയ്തത്. ഇന്നലെ ആ ഒരു 6 അടിച്ചതാണെങ്കിലും 4 അടിച്ചതാണെങ്കിലും എല്ലാം പൊളിയായിരുന്നു. ഫിന്നലന്റെ വെടിക്കെട്ടാണെങ്കിലും ഒന്നും പറയാനില്ല. എൻ്റെ അമ്മോ, മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ശരിക്കും ഇന്നലെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അമ്പയറൊക്കെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ അടിക്കും, ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ അടിക്കും. ആ ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. ആള് ടോട്ടൽ 10 6ഉം 4 4 അടിച്ചത്. 265 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. 35 ബോളിൽ 93 റൺസ്. ഒന്നും പറയാനില്ല കേട്ടോ. ആളുടെ ഇന്നിങ്സിനെ കുറിച്ച് വാക്കുകളില്ല. ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു 100 മിസ്സായി എന്ന് മാത്രം പറയാം. അതുപോലെ തന്നെ ഒട്ടും കുറവില്ലാണ്ട് വെടിക്കെട്ട് തന്നെ അടിച്ചുകൊണ്ടിരുന്ന ഒരു വേറെ ബാറ്റ്സ്മാൻ ആയിരുന്നു അങ്ക്രീഷ് രഘുവംശി. 44 ബോളിൽ 82 റൺസ്, 4 4ഉം 7 6ഉം. അവിടെയും 6 തന്നെയാണ് കൂടുതൽ കേട്ടോ. 186 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. ഫിന്നലനും അങ്ക്രീഷ് രഘുവംശി അടിച്ച സമയത്ത്, പിന്നെ ഈ സീസണിൽ തന്നെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലെയർ ആണല്ലോ നമ്മുടെ
കാമറൂൺ ഗ്രീൻ. അപ്പൊ ഗ്രീൻ എന്തായാലും അടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ആളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു വെടിക്കെട്ട്. 28 ബോളിൽ 52 റൺസാണ് എടുത്തത്. 3 4ഉം 4 6 ആയിരുന്നു ഉണ്ടായിരുന്നത്. ആളുടെ സ്ട്രൈക്ക് റേറ്റ് 155 ആയിരുന്നു. അതായത് 155 മേലെയാണ് 3 പേരുടെയും സ്ട്രൈക്ക് റേറ്റ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നലത്തെ ടോപ്പ് സ്കോറർമാരായിട്ടുള്ള KKRന്റെ ബാറ്റിംഗ്. ടോട്ടൽ ഇന്നലെ KKR അടിച്ചു കൂട്ടിയത് 22 6ഉം 12 4ഉം ആണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു ടോട്ടലിലോട്ട് എത്താൻ പറ്റിയത് 247 എന്നുള്ളത്. ബൗളിങ്ങിലൊക്കെ ഇന്നലെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അടി വാങ്ങി കേട്ടോ. കാരണം അങ്ങനെ ആര് കുറവെന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാവരും നല്ല അടി വാങ്ങിയിരുന്നു. പ്രത്യേകിച്ച് അർഷദ് ഖാനൊക്കെ ഒരു ഓവർ ബോൾ ചെയ്തപ്പോൾ തന്നെ 22 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. റാഷിദ് ഖാൻ ആണെങ്കിൽ 4 ഓവറിൽ 57 റൺസ് കൊടുത്തു. മുഹമ്മദ് സിറാജ് 4 ഓവറിൽ 50 റൺസ്, പക്ഷെ ഒരു വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു 50 റൺസ് ഭയങ്കര വിലപ്പെട്ട തന്നെയാണ്. സായി കിഷോർ ആണെങ്കിൽ 3 ഓവർ ബോൾ ചെയ്തിട്ട് തന്നെ 38 റൺസ് കൊടുത്ത് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഒരു ഓവർ കൂടി ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾ ഇന്നലെ 50 അടിച്ചതിന്റെ ബോളിംഗിൽ. ഉള്ളതിൽ ബെറ്റർ ആയിട്ട് ബോൾ ചെയ്തത് നമ്മുടെ റബാഡയും ജേസൺ ഹോൾഡറാണ്. അതിൽ റബാഡ 4 ഓവറിൽ 40 റൺസ് കൊടുത്ത സമയത്ത് ജേസൺ ഹോൾഡർ 4 ഓവറിൽ 39 റൺസ് കൊടുത്തിട്ട് രണ്ടുപേർക്കും വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 248 എന്നുള്ളൊരു ബിഗ് ചേസിലോട്ട് ഇറങ്ങിയ GTക്ക് ശരിക്കും ഇന്നലെ നല്ലൊരു തുടക്കം തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം സായ് സുദർശനും ഗില്ലും അവരുടെ സ്ട്രോങ് പില്ലേഴ്സ് ആണ് ആദ്യത്തെ ഈ 3 ബാറ്റ്സ്മാൻമാർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഗംഭീരമായിട്ട് തന്നെ തുടങ്ങി. ആ ഒരു പവർ പ്ലേ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഏകദേശം ഒരു നല്ലൊരു ചേസ് ഓൺ എന്നുള്ളൊരു ഫീൽ ഇന്നലത്തെ മാച്ചിൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ സായ് സുദർശൻ ഇച്ചിരി റൺ ആകുമ്പോഴേക്ക് തന്നെ ആൾക്ക് നല്ലൊരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഓൾമോസ്റ്റ് ഒരു 3 ബൗണ്ടറീസും ഒരു 6 ഒക്കെ അടിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഒരു കൈന്റെ മുട്ടിന് കൊണ്ടൊരു ബോൾ ഉണ്ടല്ലോ, അപ്പൊ അതിന് നല്ല പരിക്കുണ്ടായിരുന്നു. ആ പരിക്കിലാണ് ആൾ പുറത്തോട്ട് പോയത്, റിട്ടയർഡ് ഹർട്ടായിട്ട്. അതിനുശേഷം വന്ന സിന്ധു അധികം നേരം നിന്നില്ല, ഫസ്റ്റ് വിക്കറ്റ് വേഗം തന്നെ പോയി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 49 റൺസ് ആകുമ്പോഴേക്ക് തന്നെ ഫസ്റ്റ് വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഭാഗത്തുനിന്ന് ഗില്ല് നല്ല അടിയായിരുന്നു കേട്ടോ. ഗില്ലിന് ഇന്നലെ അന്നൊരു മാച്ചിൽ ഉണ്ടായിരുന്നില്ല, ഗില്ല് എങ്ങനെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലത്തെ ഒരു അടിയായിരുന്നു ഇന്നലെയും കളിക്കുന്നുണ്ടായിരുന്നു. അത് സ്ട്രൈക്ക് റേറ്റ് കുറച്ച് കൂട്ടിയിട്ടുള്ള അടിയായിരുന്നു. സാധാരണ കാണുന്ന ഗില്ലിന്റെ ഒരു ഇന്നിംഗ്സ് ആയിരുന്നില്ല ഇന്നലെ ഉണ്ടായിരുന്നത്. 49 റൺസ് നിന്ന് 177 റൺസ് വരെ ഒരു കിടിലൻ പാർട്ട്ണർഷിപ്പ് ആയിരുന്നു ജോസ് ബട്ട്ലറും ഗില്ലും കൂടി ഉണ്ടാക്കിയത്. ആ ഒരു നല്ല പാർട്ട്ണർഷിപ്പ് ശരിക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ കളി ജയിച്ചേനെ എന്നുള്ളൊരു ഫീലും കൂടി ഉണ്ടായിരുന്നു. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊസിഷനിലായിരുന്നു ശരിക്കും ഇന്നലെ ആ സമയത്ത് GT ഉണ്ടായിരുന്നത്. കാരണം റൺസ് കുറെ വേണം, പക്ഷെ എന്നാലും വിക്കറ്റുകൾ അധികം പോകാത്തതുകൊണ്ട് തന്നെ ടെൻഷൻ കുറവായിരിക്കും അടിക്കാൻ വേണ്ടി. പക്ഷേ 177 ആകുമ്പോഴേക്ക് ആ ഒരു രണ്ടാമത്തെ വിക്കറ്റും കൂടി പോയി. ഗില്ലാണ് അവിടെ ഔട്ടായത്. 49 ബോളിൽ 85 റൺസാണ് ആളെടുത്തത്. 5 4ഉം 7 6 അടിച്ചിട്ടുണ്ടായിരുന്നു. 170 മേലെയായിരുന്നു ആളുടെ സ്ട്രൈക്ക് റേറ്റ്. അത് കഴിഞ്ഞ് ഗില്ല് ഔട്ടായതിനു ശേഷം പിന്നീട് വന്ന് സായ് സുദർശൻ ആയിരുന്നു. അതായത് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സമയം നമുക്ക് ചെറുതായിട്ട് റിക്കവർ ആയി. ആള് വന്ന് സായ് സുദർശനും ബട്ട്ലറും കൂടി കുറച്ചു നേരം കളിച്ചു. ഏകദേശം 207 വരെ അവർ റൺസ് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ബട്ട്ലർ ഔട്ടായി. ബട്ട്ലറും സായ് സുദർശനും ക്രീസിൽ നിൽക്കുന്ന സമയത്ത് കളി ഓൾമോസ്റ്റ് കയ്യിലുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ബട്ട്ലറും കൂടി ഔട്ടായപ്പോഴേ എന്നെ കുറച്ച് ഓൾമോസ്റ്റ് തീരുമാനമായി ഇനിയിപ്പം ജയിക്കാനൊന്നും പോകുന്നില്ല, ചെറിയൊരു ടഫാണ് മാച്ച് എന്നുള്ളത്. 35 ബോളിൽ 57 റൺസാണ് ആളെടുത്തിട്ടുണ്ടായിരുന്നത്. 5 4ഉം 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ സായും തവാത്തിയും കൂടി കുറച്ച് അങ്ങോട്ട് വരെ കളിച്ചു നോക്കി. പക്ഷെ എന്നാലും അവർക്ക് ആ ഒരു ചേസിലോട്ട് എത്താൻ വേണ്ടി പറ്റിയില്ല. അവസാനം കളി തീരുന്ന സമയത്ത് ലാസ്റ്റ് ബോളിൽ തവാത്തി ഔട്ടാവുകയും ചെയ്തു. 28 ബോളിൽ 53 റൺസ് അടിച്ചിട്ട് 6 4ഉം 3 6 അടിച്ചിട്ടുണ്ടായിരുന്നത് സായ് സുദർശൻ ആയിരുന്നു ഇന്നത്തെ GTയുടെ ഏറ്റവും നല്ല സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച ബാറ്റ്സ്മാൻ. 180 മേലെയുള്ള ആളുടെ സ്ട്രൈക്ക് റേറ്റ്. കൊൽക്കത്തയുടെ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ അനുകുൽ റോയ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. ഒരു ഓവർ ബോൾ ചെയ്തപ്പോൾ തന്നെ 17 റൺസ് കൊണ്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ബോൾ ചെയ്യിപ്പിച്ചിട്ടില്ല. അത് കഴിഞ്ഞാൽ കാർത്തിക് ത്യാഗി ശരിക്കും ഫസ്റ്റിലൊക്കെ നല്ല രീതിയിൽ റൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ അവസാനത്തെ ആ ഒരു സമയത്ത് ഒരു ഓവർ പിടിച്ചത് നല്ലതായിരുന്നു കേട്ടോ. കാരണം ആ ഒരു ഓവർ ആള് പിടിച്ചത് കൊണ്ടാണ് ശരിക്കും കളിയിലോട്ട് ഇന്നലെ KKRന് തിരിച്ചു വരാൻ പറ്റിയത്. അതിന് മുന്നേ സൗരഭ് ഡൂബിയും ഒരു ഓവർ പിടിച്ചിട്ടുണ്ടായിരുന്നു. 4 ഓവറിൽ 59 റൺസാണ് കാർത്തിക് ത്യാഗി ഇന്നലെ കൊടുത്തത്. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയും എക്സ്പെൻസീവ് ആയിരുന്നു. 4 ഓവറിൽ 47 റൺസ്. ആൾക്കും ഇന്നലെ വിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സൗരഭ് ഡൂബിയും കാമറൂൺ ഗ്രീനും അത്യാവശ്യം നല്ല ബോളിംഗ് ആയിരുന്നു. ഓരോ വിക്കറ്റുകൾ വീതം അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് റൺസ് കൊടുക്കുന്നതിലും അത്യാവശ്യം പിടിച്ചാണ് അവർ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2.4 ഓവർ സൗരഭ് ഡൂബി ബോൾ ചെയ്ത സമയത്ത് 23 റൺസാണ് ആൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗ്രീൻ 3 ഓവറിൽ 25 റൺസും കൊടുത്തു. ശരിക്കും ഇന്നലെ പതിരാന അത്യാവശ്യം നല്ല തുടക്കമായിരുന്നു കേട്ടോ. 1.2 ഓവേഴ്സ് ചെയ്തുള്ള ആൾ 9 റൺസാണ് കൊടുത്തത്. പക്ഷേ ആൾക്ക് പിന്നീട് പരിക്ക് പറ്റിയിട്ട് അധികം കളിക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ എന്നാലും കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായെന്ന് തോന്നി എനിക്ക്. പിന്നെ നമുക്കറിയാമല്ലോ, ദ മോസ്റ്റ് കൺസിസ്റ്റന്റ് എക്കണോമിക്കൽ ബൗളർ സുനിൽ നരൈൻ, ഹോൾ ടൈം ബൗളർ എന്ന് തന്നെ പറയാം. കാരണം ആളുടെ ഇന്നലത്തെ ഇന്നിംഗ്സ് നടന്ന 200ാമത്തെ IPL മാച്ചാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇന്നലത്തെ മാച്ചിൽ ഉണ്ടായിരുന്നു. 4 ഓവർ ബോൾ ചെയ്ത സമയത്ത് 29 റൺസാണ് ആൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 വിക്കറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇന്നലെ കളിയുടെ ഇമ്പാക്ട് മൊമെന്റും അല്ലെങ്കിൽ ഗെയിം ചേഞ്ചിങ് മൊമെന്റും ശരിക്കും സുനിൽ നരൈൻ്റെ ആ ഒരു വിക്കറ്റ് തന്നെയാണ്. കാരണം സിന്ധുവിന്റെ വിക്കറ്റ് ആദ്യം എടുത്തിട്ട് ചെറിയൊരു പ്രഷർ കൊടുത്തു. അതിന് കഴിഞ്ഞതിന് ശേഷം ഗില്ലിന്റെ വിക്കറ്റ് എടുത്തതും ആൾ തന്നെയാണ്. അതായത് ഇന്നലെ ഏറ്റവും നന്നായിട്ട് അടിച്ച് ഗില്ലിന്റെ വിക്കറ്റ് എടുത്തതും സുനിൽ നരൈൻ തന്നെയാണ്. അങ്ങനെ ഇന്നലത്തെ മാച്ചിന്റെ ഒരു എൻഡ് മൊമെന്റിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ പെട്ടെന്നൊന്നും എഴുതി തള്ളാൻ പറ്റില്ല പോയിന്റ് ടേബിളിൽ താഴെയുള്ള ടീമുകളെ. കാരണം അവർ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. കാരണം അവർ തോറ്റത് അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്നത് അല്ലെങ്കിൽ പുറത്തു പോകേണ്ട സ്റ്റേജിലുള്ളത് അത് അവരുടെ മൊത്തത്തിലുള്ള പ്ലെയേഴ്സിന്റെ ഒരു പ്രശ്നം കൊണ്ടല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്ലെയേഴ്സ് ആണ്, ക്വാളിറ്റി ഗെയിമാണ് അവർ കളിക്കുന്നത്. ചില മാച്ചിൽ ചിലവർ ഫോം ആവും. അങ്ങനെയൊക്കെ ഫോം ആയിട്ടാണ് അവർ നന്നായിട്ട് കളിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിന് മുന്നുള്ള മാച്ചസിൽ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ പ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് വന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാരണമാണ് അവർ പ്ലേ ഓഫിൽ എത്താത്തതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഇപ്പോഴുള്ള മാച്ചസിന്റെ ആ ഒരു വിന്നിംഗ് പെർസെൻറ്റേജ് കാണുന്ന സമയത്ത് ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള മാച്ചസ് ഇവരായിട്ട് മേലെയുള്ള ടീംസിന് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പേടിക്കേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.